സാധനത്തിനെ മാറ്റിയെടുക്കണതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിന്റെ കാവൽ എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ. അപ്പൊ ഞാൻ ഇവളേനെ എടുക്കുകയാണ്. ഇനിയിപ്പോ ഇവിടെ നമ്മുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. വീട്ടിലൊരാളുണ്ട്, ആൾക്കും ഒരു കമ്പനി ആയിരിക്കും. വീട്ടിലൊരുത്തനുണ്ട് ബുദ്ധൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ മോളേനെ നമ്മൾ എടുക്കുകയാണ്. എവിടെ വക്കീൽ എന്താ പേരിട്ടെ? ജാനു. പേരിട്ട വക്കീലിനൊന്ന് കാണിച്ചോ. ജാനു. നാട് മുഴുവൻ ഈ തെരുവുനായ ശല്യം മൂലം ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. സാധാരണക്കാരായ ഒട്ടേറെ ആളുകൾക്ക് കടിയേൽക്കുന്ന സാഹചര്യത്തിൽ അപ്പം മലാട്ട് പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതി മാതൃകാപരമാണ്. സംസ്ഥാനത്ത് പല പദ്ധതികളും തെരുവുനായ നിർമ്മാർജ്ജനത്തിനായി നടപ്പിലാക്കിയിരുന്നു. പക്ഷെ അതെല്ലാം പാളിച്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതൊരു മാതൃകാപരമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ നായ്ക്കളെ കുറിച്ചുള്ള അവയർനെസ് ജനങ്ങൾക്കും കൂടി കൊടുക്കുക എന്നുള്ളതാണ്. തെരുവുനായ എന്ന് പറഞ്ഞിട്ടൊരു നായില്ല, അതിന് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നായ്ക്കളുടെ സാധനങ്ങൾ വൈദേശിക നായ്ക്കൾ റീപ്ലേസ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മുടെ നായ്ക്കൾ അനാഥരായി പോയത്. ഇനി നമുക്കത് ഇല്ലാതിരിക്കാനുള്ള ഒരു മുൻകൈ എടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ കാവൽ എന്ന് പറഞ്ഞൊരു പദ്ധതി. അപ്പോൾ അതിന് നമ്മളൊരു ഭാഗമായിട്ടുള്ളതാണ് നമ്മൾ ഈ മോളെ എടുത്താക്കുന്നത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. എന്ത് വിഷയങ്ങളെ കുറിച്ചും ആധികാരികമായി തന്റേതായ അഭിപ്രായം തുറന്നു പറയുന്ന ഒരാളാണ് വേടൻ. ഈ രാഷ്ട്രീയ മാറ്റത്തെ എങ്ങനെയാണ് വേടൻ കാണുന്നത്? ജനങ്ങളെ തെരഞ്ഞെടുത്തൊരു ജനങ്ങൾ ഭയങ്കര ജനാധിപത്യ മര്യാദയോടുകൂടി ആണ്ടിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ് വോട്ട്. അപ്പോൾ അതിൽ ജനങ്ങളാൽ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്റാണ് നമ്മളിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അധികം സമയമായിട്ടില്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഭരണത്തിൽ കയറിയിട്ടുള്ളൂ, സമയം കൊടുക്കുക, നല്ല തന്നെ നടക്കും. ഇതിനകത്തുള്ള ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് 102 സീറ്റാണ് UDF ലഭിച്ചത്. വേടൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എവിടെയാണ് ഈ കഴിഞ്ഞ ഗവൺമെന്റിന് വീഴ്ച പറ്റിയെന്ന് ഒരു പൊതു മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വേടൻ വിലയിരുത്തുന്നത്? ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അത് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. അപ്പോൾ അത് കാരണം അത് വലിയ ഒരു പരിപാടി, വലിയൊരു ക്യാൻവാസിൽ നടന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനെക്കുറിച്ച്. ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു കാര്യം സമയം കൊടുക്കും. ഇപ്പൊ ഗവൺമെന്റ് വന്നോളൂ പറഞ്ഞല്ലോ. നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണോ അത് പ്രസക്തമല്ല? അല്ല സമയം കൊടുത്തേ പറ്റും. കാരണം അതിനുള്ള സമയമായിട്ടുള്ളൂ. കാരണം സൗത്ത് ഇന്ത്യയിൽ മൊത്തമായിട്ട് വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നിലും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമുക്ക് സമയം കൊടുത്ത് തന്നെ കാത്തിരുന്ന് തന്നെ. സാമൂഹ്യ വിഷയങ്ങളിൽ വേടൻ എഴുതുന്നതും പറയുന്നതുമായിട്ടുള്ള ആളാണ്. ഇപ്പോൾ മദ്യനയമാണെങ്കിലും കരിമണൽ ഖനനമാണെങ്കിലും UDF സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തി എന്നുള്ള നിലയിൽ ആ വിഷയങ്ങളിൽ എന്താണ് അഭിപ്രായം? കാത്തിരുന്ന് കാണാം നമുക്ക്. കാരണം ഇവിടെയുള്ള വോട്ട് ചെയ്ത ജനങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർക്ക് ചോദിക്കാനുള്ള ഇടം കൂടിയുള്ള ഒരു ജനാധിപത്യ നാടാണ് നമ്മൾ. കാത്തിരുന്ന് കാണാം. പിണറായി വിജയന്റെ ഒരു ഭരണത്തിലുള്ള വെറുതെ ഇരുന്നോളോ നിങ്ങൾ? രണ്ടുപേര് പറഞ്ഞ ഒരു മിനിറ്റ് മൈക്ക് എടുക്കാം. ഒരു മിനിറ്റ് മൈക്ക് വേണ്ട ഒരു മിനിറ്റ് ആ മൈക്ക് എടുത്ത ഒരു മിനിറ്റ് മൈക്ക് തരാം. മൈക്ക് തരാം. സെറ്റപ്പാണല്ലോ ഇവിടെ. കാട്ടിലലയും കട്ടുമരക്കാരേ വലക്കാരേ കടൽക്കാരേ കടല് നീരിനുപ്പിൽ പിറന്നോരേ മൈക്കോണാണ്. വിശപ്പറിയാതെ അലഞ്ഞോരേ കാറ്റിലലയും കട്ടുമരക്കാരേ വലക്കാരേ കടൽക്കാരേ കടല് നീരിനുപ്പിൽ പിറന്നോരേ വിശപ്പറിയാതെ അലഞ്ഞോരേ. ഒരു ജനങ്ങളാൽ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്റാണ് നമ്മളിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അധികം സമയമായിട്ടില്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഭരണത്തിൽ കയറിയിട്ടുള്ളൂ, സമയം കൊടുക്കുക, നല്ല തന്നെ നടക്കും. വെറുതെ ഇരുന്നോളോ നിങ്ങൾ? ഇവിടെ നമ്മൾ ഇന്ന് ദത്തെടുക്കാന്നാണ്. തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞിട്ടൊരു നായ്ക്കളില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നായ്ക്കൾ ജനിതകപരമായിട്ട് നമ്മുടെ കൂടെ എവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മളെ ഹോമോസാപ്പിയൻസിനൊക്കെ ഇത്രയും കാലം സർവൈവ് ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുള്ള ഒരു ജീവിയാണ്. അപ്പം നായ്ക്കളെ നമ്മൾ തന്നെ ഉരുവാക്കി എടുത്തതാണ്, മനുഷ്യന്മാർ തന്നെ. അപ്പോൾ പിന്നെ നമ്മളൊരു കൊളോണിയലൈസ്ഡ് രാജ്യമായ കാരണം നമ്മുടെ സ്ട്രേ ഡോഗ്സിന്റെ കാര്യത്തിൽ നമുക്ക് പറ്റിയതാണ്. നമ്മുടെ നായ്ക്കളുടെ സംഘം തന്നെ കൊളോണൈസ് ചെയ്യപ്പെട്ടു. ഇപ്പം എല്ലാം വൈദേശിക നായ്ക്കളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവറ്റ തെരുവിലേക്ക് തള്ളപ്പെട്ടിട്ട് തെരുവ് നായ എന്ന് പറഞ്ഞൊരു നായ തന്നെ ഉണ്ടായിരിക്കണത്. അപ്പം നമ്മൾ ആ സാധനത്തിനെ മാറ്റിയെടുക്കണതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കാവൽ എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ ഞാൻ ഇവളേനെ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത്. വീട്ടിലൊരാളുണ്ട്, ആൾക്കും ഒരു കമ്പനി ആയിരിക്കും. വീട്ടിലൊരുത്തനുണ്ട് ബുദ്ധൻ എന്ന് പറഞ്ഞിട്ട്.